അയോധ്യ പ്രാണപ്രതിഷ്ഠ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പേര് എയറിൽ പോയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത് എയർ പോയിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യാതെ എയർ പോയിട്ടുണ്ട്, സ്വന്തം നിലപാടുകൾ പറഞ്ഞതിന് എയർ പോയിട്ടുണ്ട്. പല തരത്തിലുള്ള എയർപോക്ക് നമ്മൾ പ്രാണപ്രതിഷ്ഠ അയോധ്യയായിട്ട് കണ്ടു. അയോധ്യയായിട്ട് ബന്ധപ്പെട്ട് ആരെന്ത് പറഞ്ഞാലും എല്ലാം വൈറലാവുന്നതാണ്. അതെ, വൈറൽ എയർ പോവാണ്, കംപ്ലീറ്റ്ലി എയർ പോവാണ്. ഞാൻ ആദ്യം വിചാരിച്ച പ്രാണപ്രതിഷ്ഠ അയോധ്യ ജയ ശ്രീരാം രാമൻ എന്നൊക്കെ പറയുമ്പോൾ രാമൻ ഇനി കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഇങ്ങനെ സെൻസേഷൻ ആയിട്ട് നിൽക്കുന്നതാണ്. ഇത് രാമനേക്കാൾ കൂടുതൽ എയർ പോണത് ഇവിടുത്തെ നാട്ടുകാരാണ്. എനിക്കിത് കണ്ടന്റ് ചെയ്യുമ്പോൾ ചിരി അടക്കാൻ പറ്റണില്ല. നമ്മളെ ഷിഹാബ് ചോറ്റൂര്, ഓക്കെ, ഷിഹാബ് ചോറ്റൂര്, നടന്നു പോയ ഷിഹാബ് ചോറ്റൂര്. അപ്പോ ഹജ്ജിന് നടന്ന ഷിഹാബ് ചോറ്റൂരിന് പല രീതിയിലുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഷിഹാബ് ചോറ്റൂരിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഒരു കാര്യത്തിൽ ഷിഹാബ് ചോറ്റൂരിനെ സപ്പോർട്ട് ചെയ്യുന്നു. അയാൾ കൃത്യമായിട്ട് യൂട്യൂബ് റവന്യൂ വേണം, യൂട്യൂബ് അയാൾക്ക് മെയിൻ ആണ്, ഓക്കെ, അത് പറഞ്ഞിട്ട് തന്നെയാണ് അയാൾ പോയിട്ടുള്ള. അതിന് അയാളൊരു മാറ്റം വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഷിഹാബ് ചോറ്റൂര് നടന്നു പോയതിൽ ഒരു 90%, 95% അയാൾ നടന്നിട്ട് തന്നെയാണ് പോയത്. അതൊരു എഫേർട്ടാണ്, അതൊരു മനുഷ്യന്റെ എഫേർട്ട്. അതും എന്താ പറയുക, അതിലും കുറ്റം പറയാനില്ല ഷിഹാബിന്. പക്ഷെ ഷിഹാബ് പോയി വന്നതിന് ശേഷം ഒരുപാട് പറഞ്ഞ രീതിയിൽ ഏകദേശം അതുപോലെ തന്നെ പബ്ലിക് സ്റ്റണ്ട് കാണിക്കാൻ തുടങ്ങി. മൂപ്പരിങ്ങട്ട് കഴിഞ്ഞു വന്നതിന് ശേഷം പിന്നെ മൂപ്പരെ കൈ പിടിച്ച് ഉമ്മ വെക്കാൻ ആൾക്കാരായി, മൂപ്പരെ കൊണ്ടു നടക്കാൻ ആൾക്കാരായി, മൂപ്പര് മറ്റേ പൈസ വാങ്ങിയിരിക്കുന്ന ഒരു ഇരുത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ നടത്താൻ തുടങ്ങുമ്പോൾ. ഈവൻ ആ മജ്ലിസിൽ പൈസ മേടിച്ച ടൈമിൽ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടപ്പോഴടക്കം ഞാൻ എന്റെ വീഡിയോ പഴയതെടുത്ത് നോക്കിയാൽ മതി, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര അഹങ്കാരമായിരുന്നു മൂപ്പര്. ആ ടോൺ തന്നെ മാറി. ഇവിടുന്ന് പോകുമ്പോഴുള്ള ടോണൊന്നും ആയിരുന്നില്ല തിരിച്ചു വന്നപ്പോ. ഇപ്പോ എന്തുകൊണ്ട് ഷിഹാബ് ചോറ്റൂര് എയറിൽ പോയി എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നടന്നു പോയ ഷിഹാബ് റോക്കറ്റിലായി നടക്കാൻ തുടങ്ങി അന്ന് മുതൽ എയറിലാണ്. പക്ഷെ ഇപ്പൊ അയാള് ശൂന്യാകാശം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പാരലൽ യൂണിവേഴ്സിലേക്ക് എത്തിയോ എന്നുള്ളതാണ് ഇപ്പൊ എന്റെ സംശയം. അമ്മാതിരി കിട്ടലാണ് ഷിഹാബിന് കിട്ടിയത്. വേറെ ഒന്നുമല്ല, ഷിഹാബ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടണേ, ഓക്കെ, ആ പോസ്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് ഷിഹാബ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ താങ്ക്സ് PM മോദി സാർ, ഐ ആം പ്രൗഡ് ടു ബി ഇന്ത്യൻ മുസൽമാൻ. ഓക്കെ, അങ്ങനെയാണ് ഇട്ടുള്ളത്. ഞാൻ മുസ്ലിം എന്നാണോ ഞാൻ എഴുതിയത് നോക്കാം, മുസൽമാൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല. PM മോദിനോട് താങ്ക് യു പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതിലിപ്പോ പ്രത്യേകിച്ചൊന്നും എന്താണ് അതില് പ്രത്യേകിച്ചൊന്നും പറയാൻ. അതെ, നമ്മളെ പ്രൈം മിനിസ്റ്ററോട്, രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററോട് താങ്ക് യു പറഞ്ഞിട്ടുള്ള പോസ്റ്റാണ്. പ്രൗഡ് ടു ബി എ ഇന്ത്യൻ മുസൽമാൻ. അതൊരു വിഷയമൊന്നുമില്ല. വിഷയമായത് ഈ പ്രാണപ്രതിഷ്ഠ, രാമരാജ്യം, രാമക്ഷേത്രം, ഈ ടൈമിൽ മൂപ്പര് ഫുള്ള് മറ്റേ കാവ്യ എടുത്ത കുട്ടികളുടെ ഒപ്പവും ഒരു സ്വാമീൻ്റെ ഒപ്പമൊക്കെയുള്ള ഒരു ഫോട്ടോ ഒക്കെയാണ് മൂപ്പര് ഇട്ടിട്ടുള്ളത്. ഓക്കെ, സംഗതി ഇട്ടുള്ളത്. അതിന്റെ കൂട്ടത്തിൽ മൂപ്പര് ഒരു അക്യൂബ് മിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു എക്സിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോ, അതായത് ഷിഹാബിന്റെ ഫോട്ടോ ഈ അക്യൂബ് മിർ ഇതിലിട്ടത് എക്സ് അക്കൗണ്ടിൽ ഇട്ടതാണ് മൂപ്പര് ഒന്ന് ഷെയർ ചെയ്തത്. അതിൽ കംപ്ലീറ്റ് ഭാരത് ഇൻ വൺ പിക്ചർ, ഡിയർ രാം ബക്സ് ഹൗസ് ദ ജോഷ്, കമന്റ് ആൻഡ് റീട്വീറ്റ് ഇറ്റ്. ഇതാണ് മൂപ്പര് ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ മൂപ്പര് ട്വീറ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഭാരത് എന്ന് പറയുമ്പോൾ അവരുദ്ദേശിച്ചത് രാമനും സീതയായിട്ട് 2 കുട്ടികൾ നിൽക്കുന്നു, നടുവിൽ നമ്മുടെ ഷിഹാബ് ചോറ്റൂര് ഇരിക്കുന്നു. ഓക്കെ, ഒരു ഹിന്ദു മുസ്ലിം എല്ലാരും കൂടെ ഉൾക്കൊണ്ടിട്ടുള്ള അങ്ങനെ ഒരു അഖണ്ഡ ഭാരതം കോൺസെപ്റ്റിലേക്കാണ് അവർ പറഞ്ഞത്. അയാൾ അങ്ങനെയാണ് ഈ അക്യൂബ് മിർ പോസ്റ്റ് ഇട്ടത്. ഇതിനടിയിൽ നരേന്ദ്രമോദി ആൻഡ് 2 എന്നിട്ടിട്ടുണ്ട്. ഓക്കെ, നരേന്ദ്രമോദി ആൻഡ് 2 others. അത് എക്സിലിടുന്ന സമയത്ത് അതിനടിയിൽ ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ട്. നമ്മളെ ഷിഹാബ് ചോറ്റൂര് പാവം, ഇതവിടെയാണ് പാളിയത്. ഷിഹാബ് ചോറ്റൂര് ഇത് കണ്ട പാടെ എന്താ നോക്കിങ്ങള്, 34,000 ലൈക്ക്, 566K വ്യൂ, അങ്ങനെ കത്തിയത് എക്സില്. മൂപ്പര് നേരെ എടുത്തിട്ട് ഈ സാധനം പോസ്റ്റ് ചെയ്തിട്ട് താങ്ക് യു നരേന്ദ്രമോദി ഇടാൻ കാരണം മൂപ്പര് വിചാരം ഈ നരേന്ദ്രമോദി ആൻഡ് 2 others എന്ന് പറഞ്ഞാൽ വട്ടട്ട് വെച്ചിട്ട് മൂപ്പര് പറഞ്ഞത് ഇത് നരേന്ദ്രമോദി ലൈക്ക് ചെയ്തതാണ്. അതിന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അതിക്ക് വരാം. അപ്പൊ ആദ്യം ഇട്ട ഫോട്ടോസും താങ്ക് യു നരേന്ദ്രമോദി PM ഇന്ത്യ പ്രൗഡ് ടു ബി ഇന്ത്യൻ മുസൽമാനൊക്കെ ഡിലീറ്റ് ചെയ്തു മൂപ്പര്. കാരണം അത് ഏറെ പോയതോടുകൂടി, കാരണം കമന്റ് ബോക്സ് ഒക്കെ ഇനി വായിക്കാം, മൂപ്പര് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും മൂപ്പര് പ്രൗഡ് എന്ന് പറഞ്ഞിട്ട് അക്യൂബ് മിർ ഇട്ടിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് കൊണ്ടുവന്ന് റൗണ്ട് ഒക്കെ ചെയ്ത് നരേന്ദ്രമോദി ആൻഡ് 2 others അതിന്റെ സാധനങ്ങളൊക്കെ റൗണ്ട് ചെയ്തിട്ടു. അപ്പോഴും മൂപ്പര് വിചാരം ഇത് നരേന്ദ്രമോദി ലൈക്ക് ചെയ്തതാണ്.
എൻ്റെ പൊന്ന് ഷിഹാബെ, ഇത് നരേന്ദ്രമോദി ലൈക്ക് ചെയ്തതല്ല. എക്സിൽ ടാഗ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. നരേന്ദ്രമോദിനെയും അമിത്ഷാനെയും PMO ഇന്ത്യനെയും കൂടി എന്ത് ചെയ്തു, PMO ഓഫീസിനെയും കൂടി ഈ അക്യൂബ് മീർ എന്ന് പറഞ്ഞ വ്യക്തി അതിനകത്ത് ടാഗ് ചെയ്ത് വെച്ചതാണ്. അല്ലാതെ ഷിഹാബ് ചോറ്റൂരിന്റെ പോസ്റ്റിന് PM ഇത് വന്ന് ലൈക്ക് അടിച്ചതല്ല. അപ്പത്തേക്ക് ഇത് മീഡിയ കൊണ്ടൊക്കെ എടുത്ത് കൊണ്ടുപോയി. കാരണം പോസ്റ്റ് ഇട്ടിട്ട് 1 മണിക്കൂർ കൊണ്ട് ഇത് വൈറലായി. അപ്പത്തേക്ക് ഷിഹാബ് പോയി. ഷിഹാബ് കമന്റ് ബോക്സിൽ ഷിഹാബ് എന്തായെന്നറിയോ, എന്താ നടന്നു പോയ എന്താ ഹാജി എന്നുള്ളത് മാറിയിട്ട് അടുത്തത് എന്താ യൂട്യൂബ് ഹാജി, യൂട്യൂബ് രാമൻ, യൂട്യൂബ് ഹാജി എന്നുള്ള നിലയിൽ നിന്ന് മാറി യൂട്യൂബ് രാമനാക്കി കളഞ്ഞ് നാട്ടുകാർ ഷിഹാബിനെ. ഷിഹാബിന്റെ കയ്യിൽ നിന്ന് പോയി. എന്നിട്ട് ഷിഹാബ് ആദ്യം കുറെ ഫോട്ടോസ് ഉള്ള ഒരു പോസ്റ്റ് ഇട്ടു. പിന്നെ ആ അക്യൂബ് മീർ എന്ന് പറഞ്ഞ ചങ്ങാതി ഇട്ടിട്ടുള്ള എക്സിലെ ഒറ്റയ്ക്ക് ഒരു പോസ്റ്റ് ഇട്ട് നോക്കി, അതും നടന്നില്ല. ലാസ്റ്റ് മൂപ്പരെന്നെ വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു, അതൊന്ന് വായിക്കി. എന്റെ മുമ്പ് നടന്ന ഈ പരിപാടിയുടെ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ലൈക്ക് ചെയ്തു. പിന്നെ അത് വൈറലാവുകയും ദേശീയ പ്രമുഖരും അത് ഷെയർ ചെയ്തത് കണ്ടപ്പോൾ പല ദേശീയ ഷെയർ ചെയ്ത് കണ്ടപ്പോൾ രാജ്യത്തിന്റെ PM എന്നെ പോലെ ഒരു സാധാരണ മനുഷ്യന്റെ പോസ്റ്റ് ലൈക്ക് ചെയ്തതിൽ അത്ഭുതം തോന്നി. അപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അല്പം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു. അത് അയോധ്യ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല ഫാസിസവുമായി ഒരിക്കലും യോജിക്കാനാവില്ല. ഞാൻ ചിന്തിക്കാത്ത തരത്തിലാണ് സോഷ്യൽ മീഡിയ വാർത്ത വരുന്നത്. ഈ സത്യാവസ്ഥ അറിയാതെയാണ് പലരും പ്രതികരിക്കുന്നത്. അത് അള്ളാഹുവിന് വിടുന്നു. ആത്മാർത്ഥമായി പറയുന്ന ഈ വാക്കുകൾ സ്വീകരിക്കുന്നവർ ദയവ് ചെയ്ത് അത് ഷെയർ ചെയ്യരുത് എന്ന് പറയുന്നു. ഹബീബായ നബിയെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഒരിക്കലും ഫാസിസത്തെ ഞാൻ പിന്തുണയ്ക്കില്ല. വിശദീകരണം ഇല്ലാതെ തെറ്റിദ്ധാരണ വരുന്ന തരത്തിലിട്ട പോസ്റ്റിന് ഞാൻ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടുമായി ക്ഷമ ചോദിക്കുന്നു. അള്ളാഹു നമ്മെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ. ഷിഹാബ് ചോറ്റൂർ അതായത് ഇപ്പൊ വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങേര് ഈ എക്സ്പ്ലനേഷനിലും ഇങ്ങനെ എന്താ പറയുന്നത്, പ്രധാനമന്ത്രി ലൈക്ക് ചെയ്തു. ഇവിടെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു ഓർഡർ ഇങ്ങേരെടുത്ത് പോയിട്ട് അത് പ്രധാനമന്ത്രി ലൈക്ക് ചെയ്തതല്ല, അത് പ്രധാനമന്ത്രിനെ ഈ അക്യൂബ് മീർ പിടിച്ച് ടാഗ് ചെയ്തതാന്നുള്ളത് ഇനിയെങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുക്കുക. ഇയാൾ ആകെ ഇത് കണ്ട് ത്രില്ലടിച്ച് പോയതാണ്. ആൻഡ് ഇപ്പൊ ഞാൻ വേറൊരു കേസ് പറയാം. ഇപ്പോ ഷിഹാബ് ചോറ്റൂരിന് ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടുകൂടാ എന്നൊന്നും ഇല്ല, ഉണ്ടോ? ഓരോരുത്തരുടെ പേഴ്സണൽ. ഇപ്പൊ ഞാൻ വന്ന് ഇന്നലെ പറഞ്ഞു, ഒരു പള്ളി പൊളിച്ച് അമ്പലം ഉണ്ടാക്കിയത് ജനങ്ങളുടെ വികാരം വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്ത് അതൊരു പൊളിറ്റിക്സ് ആണ്. ഓക്കെ, അയോധ്യയിലെ രാമൻ എനിക്ക് പൊളിറ്റിക്സ് ആയിട്ടാണ് തോന്നുന്നത്. വിശ്വാസികൾക്ക് അത് ദൈവമായിട്ടായിരിക്കാം. എനിക്ക് ദൈവത്തേക്കാൾ കൂടുതൽ BJP പൊളിറ്റിക്സ് ആണ് ഞാൻ അതിൽ കാണുന്നത്. ഞാൻ എൻ്റെ സ്റ്റാൻഡ് ക്ലിയർ ആക്കി. അങ്ങനെ ഓരോരുത്തരും അവരുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കുന്ന സ്ഥലത്ത് ഷിഹാബ് ചോറ്റൂരിന് താല്പര്യം ഒരു എന്താ പറയുക സെക്യുലറിസം കാണിക്കാനാണ്, അല്ലെങ്കിൽ മതേതരത്വം കാണിക്കാനാണ്. എല്ലാവർക്കും അത് തന്നെയാവും താല്പര്യം. പക്ഷെ അത് എങ്ങനെയൊക്കെ കാണിക്കണം, അല്ലെങ്കിൽ എവിടെ എപ്പോൾ പ്രകടമാക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഷിഹാബിൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ഇടുന്നതിനൊന്നും ഒരു വിഷയവുമില്ല. ഷിഹാബിന് ഇട്ടിട്ട് ഷിഹാബിൻ്റെ സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കാം. പക്ഷെ നമ്മൾ ഇടുന്ന സാധനം കൃത്യമായിട്ട് എന്താണോ നമ്മൾ കൺവേ ചെയ്യാൻ. ഇപ്പം നമ്മൾ 10 ആളെ അറിയുന്ന ഒരു വ്യക്തിയാണ്, നമ്മളെ ഇത്രയും മില്യൺ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ഷിഹാബിന് മില്യൺ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഷിഹാബ് ക്ലിയർ കട്ടായിട്ടൊരു പോസ്റ്റ് ഇടണം. ചുമ്മാ ഒരു പോസ്റ്റ് ഇട്ട് താങ്ക് യു PM മോദി എന്നും പറഞ്ഞ് കാവി ഡ്രസ് ഇട്ട ആൾക്കാരൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തെറ്റുകളൊന്നും ഒരിക്കലും വരരുത്. കാരണം അതൊക്കെ അറിഞ്ഞിട്ടും രണ്ടാമതും പാളി. അതും വേറെ കാര്യം പറയാ, ഷിഹാബ് എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞാനടക്കം ഷിഹാബിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഷിഹാബ് യൂട്യൂബ് റവന്യൂ വേണം എന്ന് പറഞ്ഞ് തന്നെ, അതായത് സോഷ്യൽ മീഡിയ അറിഞ്ഞ് നടന്നൊരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയ അറിയാത്തൊരു വ്യക്തിയൊന്നുമല്ല. അങ്ങനെ ഒരു വ്യക്തി പറയേണ്ടത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്, കുട്ടികൾ വഴി തെറ്റി പോകുന്നു എന്ന് സോഷ്യൽ മീഡിയ കൂടി തന്നെ പറയുന്ന ആൾക്കാരുള്ള അവിടെ ഉള്ള കാലത്ത് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പോകാൻ വരാം എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിക്ക് എക്സ് അക്കൗണ്ടിനകത്ത് ടാഗ് ചെയ്തതും ലൈക്ക് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു അല്ലേ, അതങ്ങനെ കുഴിച്ച പോലെ. എന്താണെങ്കിലും കമന്റുകൾ അടിപൊളിയാണ്. അതായത് എന്താണ്, ഒരു ഫോട്ടോ ഇട്ടതോടുകൂടി ഇത്രയും കാലം തലയിൽ കയറ്റിക്കൊണ്ട് നോർത്ത് ഇന്ത്യൻ മുസ്ലിം ഇയാളെ വെറുത്തു തുടങ്ങും. ആമാശയം വെറുപ്പിക്കാൻ ആശയം വിറ്റ ഇരുകാലി, വിശ്വാസം എന്തെന്നറിയാത്ത ഊളകൾ കയ്യും കാലും ഒക്കെ നക്കിയിരുന്നു. അവരുടെ അവസ്ഥ ഫുള്ള് കാച്ചറ തെറിവിലോട്ട് അതിനകത്ത്. നല്ല തെറിയുണ്ട്. ഇങ്ങക്ക് അക്ഷരം കിട്ടിയോ
അക്ഷത കിട്ടിയത്. പ്രധാനമന്ത്രിക്ക് ഇത് നോക്കാൻ പോലും സമയം കിട്ടിക്കാണില്ല. അദ്ദേഹത്തിന്റെ ഓഫീസുള്ള അതിന് നിയമിക്കപ്പെട്ടവർ ലൈക്ക് ചെയ്തു കാണും. ലൈക്ക് ചെയ്തതല്ലേ, ടാഗ് ചെയ്തതാണെങ്കിൽ അത് ഷിഹാബ് ലൈക്ക് ചെയ്തതാണെന്നാണ് ഷിഹാബ് പറയുന്നത്. ഷിഹാബിനടക്കം തെറ്റിപ്പോയതാണ്. എന്നാണെങ്കിലും നല്ല അടുത്തത് അയോധ്യയിലേക്ക് നടന്നു പോകുന്നതാണ്. ഒരു ലൈക്ക് കിട്ടിയപ്പോഴേക്കും എല്ലാം മറന്നുപോയി എന്റെ സാറേ, സമയം സാഹചര്യം എല്ലാം മറന്നുപോയി. ഇനി ഇതിനടിയിലുള്ള കമന്റ് ഒക്കെ നിങ്ങൾ മീഡിയ വണ്ടിന്റെ അടിയിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇയാളെ പോസ്റ്റ് റീഷെയർ ആയി വരുന്നിടത്ത് നോക്ക്. എന്നാണെങ്കിലും എനിക്ക് ചിരി നിർത്താൻ പറ്റണില്ല. ഒരു മനുഷ്യൻ ഇങ്ങനെ ഇറപ്പോടെ അല്ലേ, സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ ഷിഹാബിന്റെ കേസിൽ. കാരണം ഷിഹാബിന് ഇപ്പൊ ആ ഫോട്ടോ ഇടാനാണെങ്കിൽ ഷിഹാബിന് ഇപ്പോഴും ആ ഫോട്ടോ ധൈര്യമായിട്ടിടാം. എന്തിനാ പേടിക്കേണ്ട ആവശ്യം? ഒരു നല്ല ഉദ്ദേശത്തിലല്ലേ. നിങ്ങൾ നല്ല ഉദ്ദേശത്തിലാണ് ആ ഫോട്ടോ ഇട്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോട്ടോ PM മോദിയെ താങ്ക് യു പറഞ്ഞിട്ട് ഇപ്പൊ ഈ ലൈക്ക് ചെയ്തു എന്നുള്ള ഉടായ്പ ന്യായമല്ലാതെ താങ്ക്സ് നരേന്ദ്രമോദി PM ഓഫ് ഇന്ത്യ, ഐ ആം എ ഇന്ത്യൻ മുസൽമാൻ, എന്താ തെറ്റതില്? എനിക്ക് അതിലൊരു തെറ്റും കാണാനില്ല. ഷിഹാബിന്റെ സ്റ്റാൻഡിൽ നിൽക്കുക. അല്ലാതെ ഈ പറഞ്ഞ പോലെ 10 കമന്റ് ബോക്സിൽ വെട്ടുവിളി വന്നു, 4 ആള് ഷിഹാബിനെ തെറി വിളിച്ചു, മതം എതിര്, അതൊന്നും ഷിഹാബ് നോക്കേണ്ട ആവശ്യമില്ല. ഷിഹാബിന്റെ സ്റ്റാൻഡാവായി. ഇത് ആ സ്റ്റാൻഡ് മാറ്റി ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇല്ലാന്നുണകൾ പറഞ്ഞു വരുമ്പോഴാണ് പ്രശ്നമാണ് ഷിഹാബ് എക്സ്പോസ്ഡ് ആവുന്നത്. സാധാരണ ആളുകള് ഇൻഡിപെൻഡൻസ് ഡേക്ക്, റിപ്പബ്ലിക് ഡേക്ക് ഒക്കെയാണ് ഇങ്ങനത്തെ ഫോട്ടോസും കൊണ്ടുവരില്ലേ. ഷിഹാബ് ഇങ്ങനെ ഫോട്ടോ ഓ അയോധ്യ രാമൻ, ഞാനപ്പോ അവിടെ പോയപ്പോ 2-3 ഫോട്ടോ എടുത്തല്ലോ. പിന്നെ ഇനി ഇല്ല, എക്സ് അക്കൗണ്ടിൽ അയാളുടെ ഫോട്ടോ കണ്ടപ്പോ നിങ്ങൾക്ക് അതിൽ നല്ല റീച്ച് വന്നപ്പോ നിങ്ങൾ അക്കൗണ്ടിൽ ഇടാൻ തോന്നിന്ന് വിചാരിച്ചോ, ഇട്ടോ. എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ സെക്യുലർ രാജ്യമാണ്. ഇവിടെ നമുക്ക് ഏത് മതക്കാരൊപ്പം ഏത് വേഷത്തിലുള്ള ആളുകളൊപ്പം പോയി നിന്നും ഫോട്ടോ ഇടാം. മതക്കാരന്റെ ഒപ്പാണ് ഇരിക്കുന്നുള്ള ചിന്തിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യന്റെ കൂടെയാണ് വിചാരിച്ചിട്ടാ മതി. 2 കുട്ടികളുടെ കൂടെയും ഒരു സ്വാമിയുടെ കൂടെയും ഒരു വിഷയമില്ല. ഷിഹാബിന് ധൈര്യമായിട്ടിടാം. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ കൊടുത്തും എന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയെന്ന് ഷിഹാബ് തന്നെ പറയുന്ന പോലെ ഇപ്പോൾ ആളുകൾക്ക് ഫീൽ ആക്കുന്നത് അത് ഷിഹാബിന് എപ്പോഴും ഗുണം ചെയ്യില്ല. ഓക്കെ, എസ്പെഷ്യലി ഷിഹാബ് പോയി വന്നതിന് ശേഷം ഷിഹാബിന്റെ 1-2 വൈറൽ സാധനങ്ങൾ, മറ്റേ കൈ മുത്തുന്നതും പൈസയും സാധനങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ആളുകൾ കുറേയൊക്കെ ഗാലറി ഷിഹാബിനെതിരാണ്. അപ്പൊ ഇതും കൂടി ആവുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഷിഹാബ് ചോറ്റൂർ ജീനാക്കി കളയും വരും. അല്ല, അങ്ങനെ ആക്കും, അങ്ങനെ ആക്കി മാറ്റും. ഷിഹാബിനെയും സംഖ്യയാക്കി മാറ്റാൻ ആളുകൾ ഉണ്ടാവും ഇവിടെ. ഓക്കെ, എന്താണെങ്കിലും ഒരു അബദ്ധം പറ്റിയതാണ് ആശാന്. ഒന്നിടയിലൊന്ന് ജസ്റ്റ് ഒന്ന് വൈറൽ അല്ലേ, അല്ല ഒന്ന് പൊക്കാൻ നോക്കിയതാണ്. എന്തായാലും പാളി കുഴപ്പമില്ല, കയ്യിൽ നിന്ന് പോയി, വിഷയമല്ല. 2-3 ദിവസമല്ലേ കഴിഞ്ഞാൽ റെഡിയാവും. ഒരു 1-2 ദിവസം ചർച്ച ഉണ്ടാവുക കഴിഞ്ഞാൽ പോകും ഷിഹാബെ. നോ, ഇതിങ്ങനെയാണ്.